പ്ലസ് ടു നേരത്തെ പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ പ്ലസ് വൺ പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞ് വെക്കേഷനിൽ ഇരിക്കുന്ന പല കുട്ടികളുടെയും പ്രധാനപ്പെട്ട സംശയമാണ് പ്ലസ് ടു ഞാൻ നേരത്തെ പഠിക്കണോ, നേരത്തെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാരണം നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ട പല ടിപ്പുകളും പറയുന്നൊരു വീഡിയോ ആണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്ലസ് വൺ പബ്ലിക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ യുവർ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. മക്കളെ, നമുക്ക് പ്ലസ് വണ്ണിന്റെ കാര്യം എടുക്കാം. പ്ലസ് വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് വണ്ണിനും പ്ലസ് ടു ഞാൻ കമ്പയർ കേട്ടോ. പ്ലസ് വണ്ണിനേക്കാളും 3 ഇരട്ടി കണ്ടന്റ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? പ്ലസ് ടുവിൽ പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞുതരാം. പ്ലസ് വണ്ണിനേക്കാളും 3 ഇരട്ടി കണ്ടന്റ് എവിടെ പഠിക്കാനുണ്ട്? പ്ലസ് ടുവിൽ പഠിക്കാനുണ്ട്. പ്ലസ് വണ്ണിനേക്കാളും കുറച്ചും കൂടി ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് എവിടെയുള്ളത്? പ്ലസ് ടുവിലുള്ളത്. ക്വസ്റ്റ്യൻ ലെവലും എന്താണ്? കുറച്ച് കൂടുതലാണ് അല്ലേ? അപ്പോൾ ഹൈ ക്വസ്റ്റ്യൻ പാറ്റേണും അല്ലെങ്കിൽ A+ ക്വസ്റ്റ്യൻ പാറ്റേണും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെയുണ്ട്? പ്ലസ് ടുവിൽ കാണാൻ സാധിക്കും. അപ്പോൾ പ്ലസ് ടുവിന്റെ പ്രത്യേകത എന്താ? പ്ലസ് വണ്ണിനേക്കാളും 3 ഇരട്ടി കണ്ടന്റ് കൂടുതലാണ്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ലെവലിൽ നമുക്ക് A+ ലെവൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പോൾ കണ്ടന്റ് 3 ഇരട്ടി കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് വണ്ണിൽ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ പ്ലസ് വണ്ണിൽ തുടക്കം ഒന്നും പഠിച്ചില്ല. നിങ്ങൾ SSLC കഴിഞ്ഞ് നേരെ പ്ലസ് വണ്ണിൽ എത്തിയ ആ ഒരു എൻജോയ്മെന്റിൽ കുറേ സമയം പഠിക്കാതെ വെറുതെ ഇരുന്ന് പലപ്പോഴും മോഡൽ എക്സാമിനോട് അടുപ്പിച്ചിട്ടായിരിക്കും പ്ലസ് വണ്ണിൽ ഒരു 70% കുട്ടികളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ മോഡൽ എക്സാം മുതൽ പഠിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ പലർക്കും ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കവർ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും പ്ലസ് വൺ എക്സാം ടഫായിരുന്നു. ആ പ്ലസ് വണ്ണിനേക്കാളും 3 ഇരട്ടി കണ്ടന്റ് എവിടെയുണ്ട്? പ്ലസ് ടുവിലുണ്ട്. അപ്പോൾ പ്ലസ് ടുവിൽ നിങ്ങൾ ജനുവരി ആവട്ടെ, അല്ലെങ്കിൽ സ്കൂൾ തുറക്കട്ടെ, ഓഗസ്റ്റ് ആവട്ടെ, സെപ്റ്റംബർ ആവട്ടെ, നിങ്ങൾ സമയം ഇങ്ങനെ നീട്ടി വെക്കുന്നതോറും എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ട് മാർക്ക് നേടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവിടെ മികച്ച മാർക്ക് നേടാൻ സാധിക്കില്ല. കാരണം പ്ലസ് വണ്ണിനേക്കാളും 3 ഇരട്ടി കണ്ടന്റ് പ്ലസ് ടുവിൽ. ക്വസ്റ്റ്യൻ ലെവലും ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറുന്നുണ്ട്. പ്ലസ് വണ്ണിൽ ഉഴപ്പിയ പോലെ പ്ലസ് ടുവിലും ഉഴപ്പാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലസ് ടു എന്തായി മാറും? ടഫായി മാറും. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് പഠിക്കണം. കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. ഡെയിലി ഞാൻ പറയുന്നില്ല, ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ചെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ആ പഠനം വെച്ചാൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി, ഞാൻ പഠിച്ചാലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ പണിയെടുത്താലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ എഫേർട്ട് ഇട്ടാലേ എനിക്ക് മാർക്ക് കിട്ടുകയുള്ളൂ എന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ. അങ്ങനെ ഡെയിലി 3 hours ആഴ്ചയിൽ 5 ദിവസം പഠിക്കാൻ തയ്യാറാണ്. ആ പഠനത്തിന്റെ കൂടെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യുക. PYQ ആയിക്കോട്ടെ, സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ റിവിഷൻ. പല കുട്ടികളും പറയുന്നൊരു പ്രശ്നമാണ്, സാറേ ഞാൻ പഠിക്കുന്നുണ്ട്, പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ റിവിഷനാണ്. എന്താ ചെയ്യേണ്ടത്? പ്രോപ്പർ റിവിഷൻ ആട്ടോ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. അങ്ങനെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ബെസ്റ്റ് മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 5 ദിവസം ഡെയിലി 3 മണിക്കൂർ വെച്ച് പഠിക്കണം. പഠിക്കുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് പ്രോപ്പറായി റിവൈസ് ചെയ്യണം. ആ റിവിഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ബെസ്റ്റ് മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ ബെസ്റ്റ് മാർക്ക് നിങ്ങൾ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഫോം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങളൊന്ന് ഫിൽ ചെയ്തോ. എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റാണ്. നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലാസ് ഓപ്ഷൻസ്, ക്വസ്റ്റ്യൻസ്, നോട്ടുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം എജ്യൂപോഡിൻ്റെ ബാച്ചിലാണ് അവൈലബിൾ. യൂട്യൂബിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ക്ലാസ് തരുള്ളൂ. നമ്മൾ ആദ്യമേ പറഞ്ഞുതരാം, യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. എക്സാമിന് അടുപ്പിച്ച് മാത്രം നമ്മൾ ക്ലാസ്സുകൾ തരുള്ളൂ. അങ്ങനെ പഠിച്ചാലൊന്നും പ്ലസ് ടു തീരില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫിൽ ചെയ്തോ. നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് നമ്മുടെ സൂപ്പർ ബാച്ചിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. സോ മക്കളെ, ഫോം ഫിൽ ചെയ്യും. എല്ലാവരും ഫോം ഫിൽ ചെയ്ത് ഈ ഒരു 10 സെക്കൻഡിലെ നമ്മുടെ ലൈഫിൽ നമ്മൾ റീല് കാണാനും പലതിനുമായിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10 സെക്കൻഡ് ഈ ഫോം ഒന്ന് ഫിൽ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തോ? ഒന്ന് മാറ്റി വെച്ച് ഈ ഫോം ഫിൽ ചെയ്തോ. നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. സോ മക്കളെ, ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ ആളുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്തെന്ന് പറയാം. അപ്പോൾ മക്കളെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ എജ്യൂപോഡ് റെഡിയാണ്. എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. സോ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നമ്മുടെ ബാച്ചിൽ നമ്മുടെ കൂടി പഠിക്കുക. യൂട്യൂബ് ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം യൂട്യൂബിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ക്ലാസ് തരുള്ളൂ. ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവുക. നമ്മുടെ എജ്യൂപോഡിൻ്റെ ആപ്പിലാണ്. റെക്കോർഡറായിട്ടും ലൈവായിട്ടൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എവരിത്തിങ് വിൽ ബി ഓക്കെ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.